പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിൻഡോസ് 11 ഇൻസ്റ്റാളേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് നമുക്ക് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന്, ഒരു എക്സിസ്റ്റിംഗ് വിൻഡോസ് 10നെ നമുക്ക് വിൻഡോസ് 11 ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. രണ്ടാമത്തത് വിൻഡോസ് 11 ഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ഇൻസ്റ്റാളേഷനാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ശരിക്കും മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ISO ഫയൽസ് ഒന്നും ഇപ്പോൾ അവൈലബിൾ അല്ല. അതുകൊണ്ട് നമ്മൾ മറ്റൊരു സൈറ്റിൽ നിന്നും ഇൻസ്റ്റാളേഷൻ ആവശ്യമായിട്ടുള്ള ഫയലുകൾ ഡൗൺലോഡ് ചെയ്തിട്ട് അതിനൊരു ISO ഫയലാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. WP Dump എന്ന ഒരു വെബ്സൈറ്റിലാണ് വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ ഫയൽസ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ക്വിക്ക് ഓപ്ഷൻസ് എന്ന ഒരു ഓപ്ഷൻ കിട്ടും. ഇതിൽ ലേറ്റസ്റ്റ് ഡെവ് ചാനൽ ബിൽഡ് എന്ന ഓപ്ഷനിൽ പോയിട്ട് 64 ബിറ്റ് സെലക്ട് ചെയ്യുക. ദെൻ കമ്മ്യൂണേറ്റീവ് അപ്ഡേറ്റ് ഫോർ വിൻഡോസ് 11 എന്ന ഒരു ഓപ്ഷൻ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ നമുക്ക് ലാംഗ്വേജ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് കിട്ടുക. ഇത് ഡിഫോൾട്ടായിട്ട് ഇംഗ്ലീഷ് ആയിരിക്കും. ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്യുക. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വിൻഡോസ് 11ൻ്റെ കുറച്ച് വേർഷൻസ് കാണിച്ചു തരും. അതിനകത്ത് നമുക്ക് ആവശ്യമുള്ള ഓപ്ഷൻ മാത്രം സെലക്ട് ചെയ്യാം. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ വിൻഡോസ് 11 Pro ആണ് സെലക്ട് ചെയ്തത്. അത് കഴിഞ്ഞാൽ നമുക്ക് 3 ഓപ്ഷൻസ് കിട്ടും. ഇതിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അതായത് ഡൗൺലോഡ് ആൻഡ് കൺവെർട്ട് ടു ISO എന്ന് സെലക്ട് ചെയ്യുക. ദെൻ ക്രിയേറ്റ് ഡൗൺലോഡ് പാക്കേജ് എന്ന് കൊടുക്കുക. ദെൻ നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഒരു സിപ്പ് ഫയൽ ഡൗൺലോഡ് ആയി കിട്ടും. ഈ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള സിപ്പ് ഫയലിനെ നമ്മൾ എക്സ്ട്രാക്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ എക്സ്ട്രാക്റ്റ് ചെയ്ത് കിട്ടുന്ന ഫോൾഡറിനകത്ത് പോയാൽ നമുക്ക് UUP ഡൗൺലോഡ് വിൻഡോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫയൽ കാണാനായിട്ട് പറ്റും. ഇതിനെ റൺ ആസ് അഡ്മിനിസ്ട്രേറ്റർ എന്ന് കൊടുക്കുക. അപ്പോൾ വിൻഡോസ് 10ൽ ചിലപ്പോൾ ഒരു സ്മാർട്ട് സ്ക്രീൻ ഫിൽട്ടർ നോട്ടിഫിക്കേഷൻ വരും. അവിടെ മോർ ഇൻഫോ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് റൺ എനിവേ എന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡൗൺലോഡിങ് സ്റ്റാർട്ടാവും. ഇപ്പോൾ വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ ഫയൽസ് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഡൗൺലോഡിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ISO ക്രിയേഷൻ സ്റ്റാർട്ടാവും. ഇത് കുറച്ച് സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഏകദേശം ഒരു 2 മണിക്കൂറിൽ കൂടുതൽ സമയമെടുക്കുന്ന ഒരു പ്രോസസ്സാണ്. ഇപ്പോൾ ISO ഫയൽ ക്രിയേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട്. ഇവിടെ press 0 to exit എന്ന് വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. press 0 to exit എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ ഒരു ISO ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ടാവും. ഈ 22000 എന്ന് പറയുന്ന ISO ഫയലാണ്. ഇതൊരു 5 GB ഡാറ്റ, 5.17 GB ആണ് ഇതിൻ്റെ സൈസ് ഉള്ളത്. ഇനി ഇതിനെ ഉപയോഗിച്ച് നമ്മൾ ഒരു USB ഡ്രൈവിനെ വിൻഡോസ് 11 ബൂട്ടബിൾ ഡ്രൈവാക്കി മാറ്റേണ്ടതുണ്ട്. അതിനായിട്ട് USB വിൻഡോസ് ഡൗൺലോഡ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഈ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിൻ്റെ സൈറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇവിടെ ചൂസ് ISO ഫയൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനൊരു USB ഡ്രൈവ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു 8 GB USB ഡ്രൈവാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് ഇപ്പോൾ ഡാറ്റ ഒന്നുമില്ല. ഇത് എംപ്റ്റി ആയിട്ടുള്ള ഒരു USB ഡ്രൈവാണ് ഞാൻ കണക്ട് ചെയ്തിട്ടുള്ളത്. ഇനി ഇവിടെ സോഴ്സ് ഫയൽ എന്ന കാണിക്കുന്ന സ്ഥലത്ത് ബ്രൗസ് ക്ലിക്ക് ചെയ്ത് നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ISO ഫയൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ISO ഫയൽ സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ USB ഡിവൈസ് എന്ന ഒരു ഓപ്ഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കണക്ട് ചെയ്ത് വെച്ചിട്ടുള്ള USB ഡിവൈസ് നമ്മൾക്ക് അവിടെ കാണാനായിട്ട് പറ്റും. അവിടെ ബിഗിൻ കോപ്പിയിങ് എന്ന ഒരു ബട്ടൺ ഉണ്ടാവും. ആ ബിഗിൻ കോപ്പിയിങ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഈ ISO ഫയലിനകത്തുള്ള ഫയലുകൾ ആ USB ഡിവൈസിലേക്ക് കോപ്പി ചെയ്യുന്നതിന് മുമ്പ് അതിനെ ഫോർമാറ്റ് ചെയ്തിട്ടാണ് അതിനെ കോപ്പി ചെയ്യുക. ഇവിടെ ഇറേസ് എന്ന് കൊടുക്കുക. ഇതിനൊരു കൺഫർമേഷൻ മെസ്സേജ് കിട്ടും. അതിൽ യെസ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഫയൽസ് കോപ്പി ചെയ്യാനായിട്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. ഇപ്പോൾ USB ഡിവൈസ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഫയൽ എക്സ്പ്ലോറർ എടുത്തിട്ട് ആ USB ഡിവൈസ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കുറച്ച് ഫയൽസ് വന്നിട്ടുണ്ടാവും. ഒരു സെറ്റപ്പ് ഫയലെല്ലാം വന്നിട്ടുണ്ടാവും. ഇത് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഫയൽസാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത് കമ്പ്യൂട്ടർ ഈ USB ഡിവൈസിൽ നിന്നും ബൂട്ട് ചെയ്യുകയാണ്. ഞാനിവിടെ ഒരു വെർച്വൽ മെഷീനിലേക്കാണ് വിൻഡോസ് 11 ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്.
ഇവിടെ ഓപ്ഷൻസ് ഒന്നും ചേഞ്ച് ചെയ്യേണ്ട, ജസ്റ്റ് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ ഇവിടെ ഇൻസ്റ്റാൾ നൗ എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ പ്രോഡക്റ്റ് കീ ആണ് ചോദിക്കുന്നത്. പ്രോഡക്റ്റ് കീ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഐ ഡോണ്ട് ഹാവ് എ പ്രോഡക്റ്റ് കീ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടുന്ന് വിൻഡോസ് 11 ഏത് വേർഷനാണ് വേണ്ടതെന്ന് ഞാൻ വിൻഡോസ് 11 പ്രോ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. then ഇവിടെ അക്സെപ്റ്റ് എന്ന് കൊടുത്തിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മളുടെ കമ്പ്യൂട്ടറിലെ ഹാർഡ് ഡിസ്ക് ആണ് കാണിക്കുന്നത്. ഹാർഡ് ഡിസ്ക് എത്ര GB-യിലേക്കാണ് നമ്മൾ C ഡ്രൈവ് ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഞാനിവിടെ കംപ്ലീറ്റ് 20 GB വിൻഡോസ് ഇൻസ്റ്റാളേഷന് വേണ്ടി തന്നെ കൊടുക്കുകയാണ്. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് കഴിഞ്ഞാൽ ഫയൽ കോപ്പിയിങ് സ്റ്റാർട്ടാവും. ഈ ഫയൽ കോപ്പിയിങ് ഒരു 5 to 15 minutes ഒക്കെ ടൈം എടുക്കും. വിൻഡോസ് 7 വിൻഡോസ് 10 ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത പരിചയമുള്ള ആളുകൾക്ക് ഇതെല്ലാം ഇതിൽ വലിയ വ്യത്യാസമൊന്നും കാണാനായിട്ട് പറ്റില്ല. ഇൻസ്റ്റാളേഷൻ എല്ലാം സെയിം പ്രോസസ്സ് തന്നെയാണ്. അപ്പോൾ കമ്പ്യൂട്ടർ ഒന്ന് റീസ്റ്റാർട്ട് ആയിട്ട് വരും. ഇൻസ്റ്റാളേഷൻ ഇതിലും കൂടുതൽ സമയമെടുക്കും. ഞാനിതിനകത്തുനിന്ന് കുറേ ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കിയതാണ്. പക്ഷേ ഇതിനകത്തുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഈ ലാഗിങ് ഉള്ള ലോഡ് ചെയ്യാൻ സമയമെടുക്കുന്ന ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മുടെ കൺട്രി ആൻഡ് റീജിയൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇതിനിവിടെ കീബോർഡ് ലേഔട്ടാണ്. ഇത് US ഡിഫോൾട്ട് ആയിരിക്കും. അതിൻ്റെ നെക്സ്റ്റ് കൊടുത്താൽ മതി. ഇതിന് ഇവിടെ അഡീഷണൽ കീബോർഡ് ആഡ് ചെയ്യണോ എന്നാണ് ചോദിക്കുന്നത്. ഇവിടെ സ്കിപ്പ് കൊടുക്കുക. ഇവിടെ ഐ ഡോണ്ട് ഹാവ് ഇൻ്റർനെറ്റ് എന്ന് കൊടുക്കുക. ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ആദ്യം തന്നെ റിമൂവ് ചെയ്ത് വെച്ചാൽ മതി. ഇവിടെ കണ്ടിന്യൂ വിത്ത് ലിമിറ്റഡ് സെറ്റപ്പ് എന്ന് കൊടുക്കുക. ഇവിടെ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന ആളുടെ പേര് കൊടുക്കുക. എന്തെങ്കിലും ഒരു പേര് കൊടുത്താൽ മതി. യൂസർ നെയിം കൊടുത്താൽ മതി. ഞാനിപ്പോൾ YouTube വ്ളോഗ്സ് എന്ന് കൊടുത്തു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്തു. ഇവിടെ പാസ്വേഡ് കൊടുക്കുക. 3 സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാനിപ്പോൾ എല്ലാറ്റിനും ജസ്റ്റ് A എന്ന് മാത്രമാണ് സെലക്ട് ചെയ്തത്. ഇത് പാസ്വേഡ് നമ്മൾ മറന്നു പോവുകയാണെങ്കിൽ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. ഇനി ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇതെല്ലാം ഡിസേബിൾ ചെയ്തിട്ടാൽ മതി. ലൊക്കേഷൻ ഡിസേബിൾ ചെയ്യാം. അതുപോലെ ഫൈൻഡ് മൈ ഡിവൈസ്, ഡയഗ്നോസ്റ്റിക് ഡാറ്റ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് ഉണ്ടാകും. ഇതെല്ലാം ഡിസേബിൾ ചെയ്ത് ഇട്ടാൽ മതി. ഓക്കെ, ഇപ്പോൾ വിൻഡോസ് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞ് വിൻഡോസ് ലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിൻഡോസ് 11 ഡെസ്ക്ടോപ്പ് സ്ക്രീൻ. ശരിക്കും വിൻഡോസ് 10 കമ്പയർ ചെയ്യുമ്പോൾ അപ്പിയറൻസിൽ ഒരുപാട് മാറ്റങ്ങൾ വിൻഡോസ് 11 വന്നിട്ടുണ്ട്. ഡെസ്ക്ടോപ്പ്, ടാസ്ക് ബാർ, സ്റ്റാർട്ട് മെനു, ഇതിലെല്ലാം ഈ മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. വിൻഡോസ് 11 ഇൻസ്റ്റാളേഷൻ മാത്രമാണ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോയുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.